നാടാകെ നടുങ്ങിപ്പോയ നെന്മാറ ഇരട്ടക്കൊലപാതകം നടന്നിട്ട് ഒരാണ്ടും 27 ദിവസവും. ഇന്ന് ചെന്താമര വീണ്ടും കോടതിയിലെത്തി. സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും വെട്ടിക്കൊന്ന കേസിൽ വിചാരണ തുടങ്ങി. സാക്ഷി വിസ്താരമാണ് ഇന്ന് നടന്നത്. നിലവിൽ സജിത വധക്കേസിൽ ഇരട്ട ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുകയാണ് ചെന്താമര. കേരളം കാത്തിരിക്കുന്ന ശിക്ഷാവിധിയിലേക്ക് ആദ്യ പടി. ആ കൊടും കുറ്റവാളിയെ തൂക്കിലേറ്റണമെന്നാണ് ആ നാട് ഒന്നടങ്കം പറയുന്നത്. കേരളം കണ്ട ഏറ്റവും ക്രൂരമായ കൊലപാതകത്തിന്റെ വിചാരണയാണ് ഇന്ന് ആരംഭിച്ചത്. നെന്മാറ പോത്തുണ്ടി ഇരട്ടക്കൊലപാതക കേസ്. നെന്മാറ സ്വദേശി സുരേന്ദ്രനും അമ്മ ലക്ഷ്മിക്കുമാണ് 2025 ജനുവരി 27 ജീവൻ നഷ്ടമായത്. കൊലപാതക ശേഷം പോത്തുണ്ടിയിലെ മലമുകളിൽ ഒളിവിൽ പോയ ചെന്താമരയെ പോലീസ് പിടികൂടി. കുറച്ചങ്ങോട്ട് കഴിഞ്ഞ വാഴത്തോട്ടത്തിൽ കടന്നാൽ കാണാൻ കിട്ടില്ല. നമ്മൾ ആ വനമേഖല തിരയുമ്പോൾ ആ വനമേഖലയുടെ സൈഡ് കൂടെയുള്ള വഴിയാണിത്. അപ്പോൾ ആ വനമേഖല തിരയുമ്പോൾ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിലേക്ക് കയറിയാലും ഇങ്ങോട്ട് വരാം. പുള്ളിക്ക് നമുക്കൊരു വളഞ്ഞ എവിടേക്ക് പോകാൻ പറ്റാത്ത ഒരു സ്ഥലമാണ്. പിന്നെ എങ്ങനെ പോയി എന്നറിയില്ല, ഒരു സംശയമാണ് ഇപ്പോഴും പറയുന്നത്. പക്ഷെ അങ്ങനെ ആര് പറഞ്ഞാലും ആരെങ്കിലും കണ്ടാൽ ബുദ്ധിയല്ല, അത്രയ്ക്ക് എല്ലാവർക്കും ഇവിടേക്കുള്ളവർക്ക് വരികയുള്ളൂ. രാത്രി ചെന്താമരയെ പിടിച്ചുതെറിഞ്ഞ് വലിയ ആൾക്കൂട്ടം നെന്മാറ പോലീസ് സ്റ്റേഷന് മുന്നിൽ തടിച്ചുകൂടി. നാട്ടുകാർ സ്റ്റേഷനിലേക്ക് ഇരച്ചു കയറുമെന്ന സ്ഥിതി വരെ ഉണ്ടായി. ഒടുവിൽ മറ്റു മാർഗങ്ങളില്ലാതെ പോലീസിന് ലാത്തി പ്രയോഗിക്കേണ്ടി വന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയില്ലാതെ ഒത്തുകൂടിയ ആൾക്കൂട്ടം ആക്രോശിച്ചു. ഇതിനിടെ സ്റ്റേഷനുള്ളിൽ ചെന്താമരയുണ്ടായിരുന്നു. എന്തിനാണ് കൊലപാതകം നടത്തിയതെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ചോദിച്ചപ്പോൾ തനിക്ക് ചോറ് വേണമെന്നാണ് ചെന്താമര പറഞ്ഞത്. ക്യാൻറ്റീൻ അടച്ചിട്ടും എവിടെ നിന്നോ പോലീസ് ഉദ്യോഗസ്ഥർ ചോറെത്തിച്ചു നൽകി. ചോറെത്തിച്ചപ്പോൾ ഓംലെറ്റും ചിക്കൻ കറിയും വേണമെന്നാണ് പോലീസിനോട് ചെന്താമര പറഞ്ഞത്. അതേ നിസ്സാരഭാവത്തിലാണ് അയാൾ ഇന്ന് കോടതി മുറിയിലെത്തിയത്. ഇന്നും കോടതി മുറിയിൽ നിർവികാരനായ അയാൾ നിന്നു. സജിത വധക്കേസിൽ ഇരട്ട ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്നയാളാണ്. ഒരു തരിമ്പ് പോലും അയാളുടെ കണ്ണുകളിൽ കുറ്റബോധമുണ്ടായിരുന്നില്ല. താനും ഭാര്യയും തമ്മിലുള്ള പ്രശ്നത്തിന് കാരണം സുധാകരന്റെ ഭാര്യ സജിതയാണെന്ന് അയാൾ വിശ്വസിച്ചു. അങ്ങനെ ആദ്യം അയാൾ സജിതയെ കൊലപ്പെടുത്തി. ജാമ്യത്തിലിറങ്ങിയിട്ടും അയാൾ അടങ്ങിയിരുന്നില്ല. സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും വെട്ടിക്കൊലപ്പെടുത്തി. അന്ധവിശ്വാസി പറഞ്ഞാൽ അവരുടെ ഭാര്യ മക്കളൊക്കെ എന്താ പറയുക, നമുക്ക് മന്ത്രവാദത്തിന് പോയിട്ടാണ്. മന്ത്രവാദി ആ ചേച്ചി ആ സജീനെ കൊല്ലുമ്പോൾ ഇത്രയ്ക്ക് അതിന് മുടിയുണ്ടായിരുന്നു. അതായിട്ടാണ് ഭാര്യയും മക്കളൊക്കെ ഇയാൾ അകന്നു പോയത്. പിന്നെ അവരുടെ കുടുംബം നല്ല ഒരു ഇതായിരുന്നു. ഇതൊക്കെ ഇയാൾ കണ്ട് പിന്നെ അവരുടെ അമ്മായിയായിട്ടൊക്കെ അവർക്ക് ഇത്തിരി ബന്ധമുണ്ട്. അവരൊരു ആൾക്കാരാണ്, ഒരു ജാതി ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ബന്ധമുണ്ട്. എന്തെന്ന് ഇപ്പോൾ വൈരാഗ്യമാണെന്ന് അറിയില്ല. ഇയാൾക്ക് മൊത്തം ആൾക്കാരിനെയൊക്കെ കൊല്ലണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. അയാളെ കഴിഞ്ഞ പ്രാവശ്യം കൊല ചെയ്തിട്ട് ആ തൂണി തന്നെ കടന്നു. ഞാൻ കല്ലെടുത്തിട്ടിട്ടും അയാൾ അനങ്ങില്ല.
കഴിഞ്ഞ പ്രാവശ്യം ഇതേ തെരച്ചിൽ ഞങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഒരു ഗുഹയിലായിരുന്നു എന്ന് പറയുന്നു. ഗുഹയിലും ഒന്നും അല്ല സാറേ. അയാൾ ഞങ്ങൾ ഇട്ട തൂനയിൽ കല്ലിട്ട് ഏറ്റിയിട്ട് അവിടെ നാനങ്ങാണ്ട് കടന്ന വ്യക്തിയാണ് അയാൾ. എത്ര നേരം കിടന്നു? അങ്ങനെ ഒരുപാട് സമയം കടന്നു. ഞങ്ങളെ 200 പേര് തെരഞ്ഞു. അതിൽ കല്ലേറ്റി എടുത്ത് ചെന്താമരൻ്റെ അവൻ കടന്ന സ്ഥലത്തടത്ത് വിട്ടിട്ട് അടക്കം അയാൾ എണിച്ചിട്ടില്ല. അപ്പടച്ച് കടന്നു. പിന്നെ 12 മണി 1 മണിയാകുമ്പോഴാണ് അവൻ്റെ വിശപ്പന്നപ്പോഴാണ് എൻ്റെ വീട്ടിൽ പോയത്. അയാളുടെ സ്വഭാവം പറഞ്ഞാൽ അത് പ്രത്യേകതരം ക്യാരക്ടറാണ്. അതൊന്നും നമുക്കറിയില്ല. എന്താണ് ഒന്ന് പറഞ്ഞ രണ്ടിനെ അയാൾ എന്താ പറയുക, ഒരു കൊട്ടേഷൻ ടീമിനെ പോലെ അയാളെ സംസാരം. അതുകൊണ്ട് അധികം സൗഹൃദങ്ങൾ ഞാൻ വെക്കില്ല. ആദ്യ കേസിൽ ഇരട്ട ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുകയാണ് ചെന്താമര. പിന്നീട് നടന്ന ഇരട്ട കൊലപാതക കേസിലാണ് ഇന്ന് വിചാരണ ആരംഭിച്ചത്. സാക്ഷി വിസ്താരമാണ് ഇന്ന് നടന്നത്. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.